ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മൈക്രോമാക്സ് X409 എന്ന് പറയുന്ന മോഡലിൻ്റെ ഷോർട്ടിംഗ് കംപ്ലൈൻറ്റ്, നോട്ട് വർക്കിംഗ് കംപ്ലൈൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ഫോണ് കംപ്ലീറ്റ് ഡെഡായ ഫോണ് എങ്ങനെ ഓണാക്കാവുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ബാറ്ററി കണക്ടർ ചൊവ്വായിട്ടാണ് ഇരിക്കുന്നതെന്ന് നോക്കുക. ഇത് കണ്ടോ, ഇത് ഇപ്പോൾ ബാറ്ററി കണക്ടർ ഇത് കറക്റ്റായിട്ടല്ല ഇരിക്കുന്നത്, ഒരു പിന്നൊക്കെ വളഞ്ഞായിരിക്കുന്നത്. ഇങ്ങനെയല്ല ബാറ്ററി കണക്ടർ ഇരിക്കേണ്ടത്. ബാറ്ററി കണക്ടറിൻ്റെ കംപ്ലൈൻ്റ് ആണെന്നൊരു ബാറ്ററി കണക്ടർ കറക്റ്റായിരിക്കണം. കംപ്ലൈൻ്റ് ആണെന്നൊരു നിങ്ങൾ ബാറ്ററി കണക്ടർ മാറ്റുക. ഇനി അഥവാ ഫോൺ ഷോർട്ടിങ് ആണെന്നൊരു ഇപ്പോൾ ഒരു രണ്ട് ലെഗിലും കണ്ടിന്യൂറ്റി ഒരു സൈഡിലേക്ക് കാണിക്കണം, ഒരു സൈഡിലേക്ക് കാണിക്കുന്നില്ല, അങ്ങനെയാണ് വേണ്ടത്. ഇത് രണ്ട് സൈഡും കാണിക്കുന്നുണ്ടെന്നൊരു നിങ്ങൾക്ക് ഫോണ് ഷോർട്ടാണെന്ന് വിചാരിക്കാം. ഫോണ് ഷോർട്ടാകുന്നത് കുറച്ച് കമ്പോണൻസ് ഉണ്ട് ഇതിനകത്ത്. ഇതുകൊണ്ട് ഈ ബാറ്ററി കോണ്ടാക്റ്റിൻ്റെ ഈ സൈഡിൽ ഒരു വലിയ കപ്പാസിറ്ററും ഒരു ചെറിയ കപ്പാസിറ്ററും ഉണ്ട്. അത് രണ്ടും ഷോർട്ടാകുന്ന സ്പെയറുകളാണ്. ആ സാധനം രണ്ടും റിമൂവ് ചെയ്യുക. ഷോർട്ടിംഗ് ആണ് ഫസ്റ്റിലെ, അതിൻ്റെ കാരണങ്ങൾ കൊണ്ടുവരാം. പിന്നെ ഇത് കണ്ട, ഇവിടെ ഒരു കപ്പാസിറ്റർ ഇരിപ്പുണ്ട് ഈ ബാറ്ററി കോണ്ടാക്റ്റിൻ്റെ ഈ ഷീൽഡിൻ്റെ ഇടയ്ക്ക്. ആ സാധനം ഒന്ന് റിമൂവ് ചെയ്യുക. അതിലേതെങ്കിലുമൊക്കെ ഷോർട്ടാകാൻ സാധാരണ കണ്ടുവരുന്ന ഒരു കംപ്ലൈൻ്റാണ്. അപ്പോൾ ആ മൂന്ന് സാധനങ്ങളാണ് സാധാരണയായിട്ട് ഷോർട്ടിങ് വരുന്നത്. നിങ്ങൾ ഷോർട്ടിങ് ആണെന്നൊരു ആദ്യമേ മൊബൈൽ ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്യുക. ഈ ഭാഗത്തൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഇത്. ഈ പോസിറ്റീവ് വോൾട്ടേജ് വരുന്നിടത്തെല്ലാം കത്താനുള്ള സാധനവും ഷോർട്ടാകാനുള്ള സാധ്യതയുള്ളതാണ്. അപ്പോൾ ശരിക്കും തിണ്ടർ വെച്ചൊന്ന് ക്ലീൻ ചെയ്യുക. അത് കഴിഞ്ഞ് വെച്ച് ഷോർട്ടിങ് മാറുന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ രണ്ട് കപ്പാസിറ്ററുകൾ നോക്കുക. അതും കഴിഞ്ഞ് വെച്ചാകുന്നില്ല ഈ സപ്പാസിറ്റർ നോക്കുക. ഇത്രയൊക്കെ നിങ്ങളുടെ കംപ്ലൈൻറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോകൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ എത്തത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പുത്തനൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.